ആരാണ് നിങ്ങൾ എന്ന് തീരുമാനിക്കാൻ മറ്റൊരാൾക്ക് അവകാശമുണ്ടോ? സ്വന്തം സ്വത്വവും ലിംഗപദവിയും തെളിയിക്കാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായി ക്യൂ നിൽക്കേണ്ടി വരുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾക്കുമേൽ പുതിയൊരു നിയന്ത്രണം വരികയാണ്. ഇന്ത്യയിലെ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ ജീവിതത്തിൽ നിർണായകമായേക്കാവുന്ന ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയിരിക്കുകയാണ്. കേന്ദ്ര സാമൂഹികനീതി മന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ അവതരിപ്പിച്ച ഈ ബിൽ വലിയ ചർച്ചകൾക്കും ഒപ്പം പ്രതിഷേധങ്ങൾക്കുമാണ് വഴിവെച്ചിരിക്കുന്നത്. ഇനി മുതൽ ഒരാൾക്ക് സ്വയം ട്രാൻസ്ജെൻഡർ ആണെന്ന് അവകാശപ്പെട്ടാൽ മാത്രം പോരാ. സ്വത്വം തെളിയിക്കാൻ ജില്ലാ മെഡിക്കൽ ബോർഡിന്റെ ശുപാർശയോടെ ജില്ലാ മജിസ്ട്രേറ്റിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങണം. ചീഫ് മെഡിക്കൽ ഓഫീസറോ ഡെപ്യൂട്ടി ചീഫ് മെഡിക്കൽ ഓഫീസറോ നയിക്കുന്നതായിരിക്കണം ഈ ബോർഡ്. ട്രാൻസ്ജെൻഡർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നവർക്ക് ജനന സർട്ടിഫിക്കറ്റിലെ പേര് മാറ്റാൻ ബില്ലിൽ അനുമതി നൽകുന്നുണ്ട്. ജന്മനായുള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ, ലൈംഗിക സവിശേഷതകൾ എന്നിവ പരിശോധിച്ചാകും ഇനി സ്വത്വം തീരുമാനിക്കുക. അതായത് സ്വയം പ്രഖ്യാപിത ലിംഗസ്വത്വത്തിന് ഇനി നിയമപരമായ അംഗീകാരം ഉണ്ടാകില്ല. എന്തിനാണ് ഈ മാറ്റങ്ങളെന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ക്ഷേമ പദ്ധതികൾ യഥാർത്ഥ ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് ഈ പരിശോധനാ രീതി കൊണ്ടുവരുന്നതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. സാമൂഹിക സുരക്ഷ, വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം എന്നിവ ഉറപ്പാക്കാൻ ഈ നിയമം സഹായിക്കുമെന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഈ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷ നിരയിൽ നിന്നും ആക്ടിവിസ്റ്റുകളിൽ നിന്നും നേതാക്കളിൽ നിന്നുമൊക്കെ ഉയരുന്നത്. സ്വന്തം ലിംഗപദവി സ്വയം നിർണ്ണയിക്കാൻ വ്യക്തിക്ക് അവകാശമുണ്ടെന്ന സുപ്രീം കോടതിയുടെ ചരിത്രപ്രസിദ്ധമായ നാൽസ വിധിക്ക് വിരുദ്ധമാണിതെന്ന് ഇവർ വാദിക്കുന്നു. മെഡിക്കൽ ബോർഡുകളുടെ ഈ ഇടപെടൽ ഈ പ്രക്രിയയെ സങ്കീർണമാക്കുമെന്നും ഉദ്യോഗസ്ഥ മേധാവിത്വത്തിന് വഴിമാറുമെന്നും വിവിധ LGBTQ+ സംഘടനകളും ആക്ടിവിസ്റ്റുകളും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്.